പ്രവേശിച്ച് വൈകുണ്ഠലോകത്തെത്തിയിട്ടുണ്ട്. അവരാണ് ഇന്ന് ആകാശപ്പരപ്പ് നിൽക്കുന്നത്. മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് രാമൻ എന്ന് പറയുന്ന പ്രേമസ്വരൂപന്റെ ചിന്ത ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ല. അവരോട് വാത്സല്യത്തോടെ അവൻ പറയുന്നു, ഈ ചിന്തയുമായിട്ട് നിങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും ജീവിക്കൂ എന്നുണ്ടാവും. ഞാൻ താമസില്ല വാസുദേവ കൃഷ്ണൻ ആവിർഭവിക്കും. അന്ന് നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ ഒന്നിച്ചു ചേരാമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നേടിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന താപസന്മാര് നാരായണൻ നിഷ്കള ബ്രഹ്മമാണ് എന്ന് പറഞ്ഞ് ഉപാസന അവര് കേട്ടുകൊള്ളട്ടെ എന്താണ് കുലവധു ധർമ്മം. മനുസ്മൃതി പറയുന്നു, പതിവ്രതയായ ഒരു കുലവധുവിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്നത് ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും വേണ്ട എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ. ഏതെങ്കിലും ഒരമ്മയ്ക്ക് സ്വന്തം മകനോ മകൾക്കോ സമയത്ത് ചോറ് കൊടുക്കാൻ പറ്റൂ? പിന്നെ എന്തേ മനസ്സിലാക്കേണ്ടത്? ഇതാണ് പറഞ്ഞത്. ഏത് കുലവധുവിനും ഇന്ന് കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഈശ്വരനെ സമർപ്പിക്കുകയാണ് എന്ന ബോധം ഉണ്ടാവണം. അതുകൊണ്ട് ഏത് ജീവന്റെയും പതിയായിട്ടുള്ളത്, സംരക്ഷണം നൽകുന്ന ചൈതന്യമായിട്ടുള്ളത് പരമാത്മാവായ കൃഷ്ണനാണ്. ഈ ഭാവത്തെ സ്വീകരിക്കാനായതുകൊണ്ട് ഗഗനഗതം മുനിനമഹം ശ്രാവയുതം കുലവധൂധർമ്മം. ഇന്ന് ആ കൃഷ്ണനെയാണ് ഈ നിരന്നു നിൽക്കുന്ന ഓരോ ഗോപസ്ഥർക്കും സന്തോഷിക്കാനായത്. അതിനാൽ ഏതാണ് ഏറ്റവും വലിയ കുലവധുവിന്റെ ധർമ്മം? ഇത് ഈ പറയുന്ന ആകാശപരപ്പരുള്ള ഋഷിഗണങ്ങൾ കണ്ടുകൊള്ളട്ടെ. ആ കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ അത്യത്ഭുതമായൊരു നിയമം പറയുന്നു. അതാണ് ധർമ്മ്യം ഖലുദേവചനം കർമ്മതുനോ നിർമ്മയസ്യ. ശ്രീകൃഷ്ണ, അങ്ങനെ ഇത്രയ്ക്ക് മാത്രം സുന്ദരമായ മുഖത്തു നിന്നാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് വേദന ഉണ്ടാക്കിയ ഈ വാക്ക് വന്നത്. ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? അതേസമയം ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കാതുകളെ വിശ്വസിക്കും? അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കട്ടെ, ഇതെല്ലാം അങ്ങനെയാ പറഞ്ഞത് എന്ന്. ഞങ്ങളുടെ പാദങ്ങൾ ഇന്ന് മരവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചാലും ഇവിടെ നിന്ന് പോവാനാവില്ല. അങ്ങ് ഞങ്ങളെ മാറ്റണം എന്നെ ആഗ്രഹിക്കുന്നത് എങ്കിൽ വർജത്തിലേക്ക് ചെല്ലൂ. ഭാര്യ വഹിക്കുന്ന വണ്ടികൾ പറയുന്ന അങ്ങേക്കറിയും. അതിൽ കാരണങ്ങളെ അണയ്ക്കൂ, ഇങ്ങോട്ട് വരൂ. ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് മൃതപ്രായകളാണ് എന്നാണ് എങ്കിൽ ഒരാളുടെയും ആശ്രയില്ലാതെ, ഒരാളെയും ആശ്രയിക്കാതെ അവനവന് സുഖം കണ്ടെത്തുന്നതിൽ അത്രയ്ക്ക് മാത്രം വിജയിച്ച കൃഷ്ണന് ഇന്ന് ഗോപിയെ സന്തോഷിപ്പിക്കാതെ വയ്യ എന്ന കാരുണ്യുണ്ടായതുകൊണ്ട് ഒരു കൃഷ്ണൻ ഒരു ഗോപി എന്ന ഭാവത്തിൽ ശോഭിച്ചിട്ടുണ്ട്. മറ്റൊരാളെ കൃഷ്ണനെയല്ല, അമ്പലത്തിലെ പൂജയല്ല, അവനവൻ വിഗ്രഹത്തിൽ വെച്ച് എന്തെല്ലാം ചന്തമുള്ള പൂക്കളാണോ കാണുന്നത്, ചന്തമുള്ള എന്തെല്ലാം ആഭരണമാണോ കിട്ടുന്നത്, അതെല്ലാം ഉപയോഗിച്ച് പൂജ കഴിച്ചു നോക്കൂ. എത്രമാത്രം ഈ നമ്മുടെ മനസ്സ് കൃഷ്ണൻ ചേർന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് നാരായണിയും വായിച്ച് പ്രവർത്തിക്കുക. എന്തെല്ലാം ചിന്തകളാണോ അങ്ങയോട് ചേർന്നതായിട്ട് നൽകിയത്, അത് നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങ് കാരുണ്യം കാണിക്കണം. ഇന്ന് കലിന്തിയിലെ ഓരോ സ്ക്വയർ ഫീറ്റിലും നമ്മൾ കാണുന്നത് ഗോപികൃഷ്ണന്മാര് എന്ന് തന്നെയാണ്. പ്രേമസ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപിയായ കൃഷ്ണനിൽ നിന്ന് അവാച്യമായ ആനന്ദം സ്വീകരിച്ചുകൊണ്ട് ഈ ഗോപികള് അടുത്ത ഒരു ഒന്നിച്ചെല്ലാനും മണിക്കൂർ കൂടി ശോഭിക്കട്ടെ എന്ന് സങ്കല്പിച്ച് പാരായണം നിർത്താം.